ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവില് രാവിലെ തന്നെ രതീഷ് കുമാർ പ്രൊവോക്കിംഗ് മുടങ്ങിയിരിക്കുകയാണ്. സിജോയുടെയും റോക്കിയുടെ അടുത്ത് നിന്നാണ് രതീഷ് രാവിലെ തന്നെ ചൊറിയാൻ തുടങ്ങിയത്. ഞാൻ കപ്പ് എടുത്തിട്ടേ പോകത്തുള്ളടാ, ഞാൻ കപ്പുമായിട്ട് പോകുമ്പോ നീ തൃശ്ശൂരിലേക്ക് വാടാ എന്നൊക്കെ രതീഷ് പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ ഫണ്ണായിട്ട് കിച്ചണിൽ കപ്പിരിപ്പുണ്ട്, പോയി എടുത്തോണ്ട് വാന്നൊക്കെ പറഞ്ഞു. റോക്കി വല്ലാതെ പ്രൊവോക്കായിട്ട് തൃശ്ശൂർ നിന്റെ അച്ഛന്റെ വകയാണോടാ, കവാലക്കുറ്റി അടിച്ച് പൊട്ടിക്കും, വലിയ ആള് കളിക്കില്ലേ എന്നൊക്കെ പറഞ്ഞു. നീ തീർന്നടാ റോക്കി, നീ തീർന്നു എന്നൊക്കെ രതീഷ് പറഞ്ഞ് പയ്യെ പ്രൊവോക്കിങ് നിർത്തുകയായിരുന്നു. എനിക്കിപ്പോ തോന്നുന്ന ഒരു കാര്യം, രതീഷിന്റെ കയ്യിലുള്ള അല്ലറ ചില്ലറ ഒറ്റപ്പെടൽ നമ്പറുകളെല്ലാം അവസാനിച്ചു എന്നാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു പുള്ളി കറക്റ്റ് ട്രാക്കിലാണ് എന്ന്. പക്ഷെ ഇന്നിപ്പോ രാവിലെ തന്നെ ഇതേപോലെ പ്രൊവോക്ക് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കി തന്തയ്ക്ക് വിളി കേൾക്കേണ്ട യാതൊരു ആവശ്യവും പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല. നല്ല ഓവർ ആവുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്കിപ്പോ തോന്നുന്നത്. നല്ല രീതിയിൽ തന്നെ രതീഷ് ഇപ്പോ ഒരു കോമഡി പീസായി മാറിക്കഴിഞ്ഞു. പുള്ളി എന്ത് പറഞ്ഞാലും ആർക്കും ഇപ്പോ ഒരു മൈൻഡും ഇല്ല. പിന്നെ റോക്കി പറഞ്ഞതിന്റെ റൈറ്റ് ഓർ റോങ് വശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ത്രഷോൾഡ് ലിമിറ്റ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചൊറിഞ്ഞ് അതൊരു പീക്ക് ലെവലിൽ എത്തുമ്പോഴാണ് അതേപോലെയൊക്കെ പറയേണ്ടി വരുന്നത്. പക്ഷെ എന്ത് തന്നെയായാലും റോക്കി പറഞ്ഞത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. അതിനെ ഞാൻ ന്യായീകരിക്കുകയല്ല. ആർക്കും ആരെയും അങ്ങനെ പറയാനുള്ള അധികാരമൊന്നുമില്ല. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടും രതീഷ് കാര്യമായിട്ട് റോക്കിയുടെ അടുത്ത് പൊട്ടിത്തെറിക്കുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം പൊട്ടിത്തെറിച്ച് തൊണ്ട പൊട്ടിക്കുകയും ആവശ്യമുള്ള കാര്യങ്ങളിൽ മിണ്ടായിരിക്കുകയും പോലെ ഒരു വിചിത്രമായ ഒരു കണ്ടന്റ് മേക്കറാണ് നമ്മുടെ രതീഷ് അണ്ണൻ. ഒരാൾ കെട്ടിപ്പിടിച്ചതിന്റെ പേരിൽ പുള്ളി ഭയങ്കര ഭൂകമ്പം ഉണ്ടാക്കിയ ആളാണ്. നമ്മളെ വല്ലതുമാണ് ആരെങ്കിലും ഇതേപോലെ പറഞ്ഞിരുന്നെങ്കിൽ വിവരം അറിഞ്ഞേനെ, അത് വേറെ കാര്യം. പക്ഷെ രതീഷ് അണ്ണൻ തൃശ്ശൂരിന്റെ അച്ഛന്റെ വകയാട എന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു. അതെന്താണ് പുള്ളി അങ്ങനെ ചെയ്തത് എന്ന് എനിക്കറിയില്ല. നല്ലപോലെ പൊട്ടിത്തെറിക്കാൻ സ്കോപ്പുള്ള ഒരു വിഷയം തന്നെയായിരുന്നു ഇത്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.